ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി വളരെ സുപരിചിതമായ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എഫേസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 13 to 18. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്നു, ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. നാം പലപ്പോഴും ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തെ പുത്രനിലൂടെ ആരാധിക്കുവാൻ പ്രേരകമായ നിരവധി ചിന്തകൾ അടങ്ങിയ ഒരു ലേഖനത്തിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ നമ്മുടെ പൂർവ്വസ്ഥിതിയെ വെളിപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ രണ്ട് കൂട്ടത്തെ നിരവധി തവണ എടുത്ത് കാണിക്കുന്നത് കാണുവാൻ കഴിയുന്നു. 13-ാം വാക്യം ആരംഭിക്കുമ്പോൾ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ സമീപസ്ഥരായി തീർന്നു എന്ന് പറയുന്നുണ്ട്. ദൂരസ്ഥരും സമീപസ്ഥരും. പിന്നെ നാം താഴേക്ക് വരുമ്പോൾ 14-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ ഇരുപക്ഷത്തെയും എന്ന് വായിക്കുന്നുണ്ട്. വീണ്ടും താഴേക്ക് വരുമ്പോൾ 15-ാം വാക്യം ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാൻ എന്ന് വായിക്കുന്നുണ്ട്. 16-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും എന്ന് വായിക്കുന്നു, സമീപത്തുള്ളവർക്ക് സമാധാനവും എന്ന് വായിക്കുന്നുണ്ട്. 18-ാം വാക്യം അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും എന്ന് വായിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ഇരുപക്ഷക്കാർ എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. ദൂരത്തായിരുന്നവരെന്നും സമീപസ്ഥരായിരുന്നവരെന്നും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാരെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രണ്ട് കൂട്ടം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ദൂരത്തായിരുന്നവർ എന്ന് പറയുന്നത് ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാതെ ദൂരത്തായിരുന്ന ജാതികളെ സൂചിപ്പിക്കുവാനും, സമീപസ്ഥരായിരിക്കുന്നു എന്ന് പറയുന്നത് അത് യഹൂദനെ സൂചിപ്പിക്കുവാനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന ഒരു ജനവിഭാഗമായിരുന്നു സമീപസ്ഥരായിരുന്ന യഹൂദന്മാർ എന്ന് പറയുന്നത്. എന്നാൽ അവരുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു കൂട്ടമാണല്ലോ ദൂരസ്ഥരായിരുന്നവർ എന്ന് പറയുന്നത്. എന്നാൽ നോക്കുക, ഇവിടെ എത്രയോ തവണ വീണ്ടും വീണ്ടും ഇരുപക്ഷക്കാർക്കും ദൂരസ്ഥരായിരുന്നവർക്കും സമീപസ്ഥരായിരുന്നവർക്കും എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ രണ്ട് കൂട്ടരെയും ഒന്നിച്ചു ചേർക്കുന്ന ഏറ്റവും നിസ്തുല്യമായിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 13 മുതലുള്ള വാക്യങ്ങളിൽ ഇരുപക്ഷക്കാരെയും ദൂരസ്ഥരായിരുന്നവരെയും സമീപസ്ഥരായിരുന്നവരെയും കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഏറ്റവും ഒടുവിൽ വന്ന് അവരെ ഒന്നിപ്പിക്കുന്ന അതുല്യമായിരിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിങ്ങനെയാണ് 18-ാം വാക്യം, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട് എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. യഹൂദന് മാത്രമായി ദൈവവും ദൈവത്തിൻ്റെ ആലയവും ആയിരിക്കെ യാതൊരു നിലയിലും ജാതികളായ മനുഷ്യർക്ക് ദൈവവുമായിട്ട് ബന്ധം ചേരുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അത്ര വിദൂരതയിലായിരിക്കുകയും ദൈവമില്ലാത്തവരായി ലോകത്ത് ജീവിക്കുകയും ചെയ്ത ആ ഒരു കൂട്ടർക്കും ഇപ്പോൾ ഇത് ദൈവത്തെങ്കിലേക്ക് പ്രവേശനം ഒരുപോലെ സാധ്യമായി. ദൈവത്തോട് അടുത്തിരുന്ന ജനമായിരിക്കുന്ന ഇസ്രയേലിന് അതെങ്ങനെ സാധ്യമായിരിക്കുന്നുവോ അതുപോലെയല്ല ഇവിടെ നമുക്കും സാധ്യമായിരിക്കുന്നത്. എങ്ങനെയാണ് സാധ്യമായത്? ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ദൈവത്തോടുള്ള സമീപനം സാധ്യമായിട്ട് തീരുന്നത് എങ്ങനെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് 16-ാമത്തെ വാക്യത്തിൽ. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ എന്ന് നാം വായിക്കുന്നു. ഇവിടെ നമ്മെ ഇരുകൂട്ടരെയും ഒരുപോലെ ദൈവത്തോട് നിരപ്പിപ്പാൻ വേണ്ടി ഏക ശരീരത്തിൽ എന്നുള്ള ഒരു പദപ്രയോഗം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതിരുന്ന നമുക്ക്
യഹൂദന്മാരായിരുന്നവർ ദൈവത്തോട് അടുത്തിരുന്നുവെങ്കിലും ഇവരെ രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് ദൈവത്തോട് അടുപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതിൻ്റെ മധ്യത്തിലായിട്ട് നമുക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം പറയുമ്പോൾ എടുത്തെടുത്ത് പറയുന്ന ഒരു പദപ്രയോഗമാണ് അവൻ എന്ന് പറയുന്ന പദപ്രയോഗം. അത് നമ്മുടെ കർത്താവിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാ. 13-ാം വാക്യത്തിൽ വായിക്കുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിട്ട് തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം, ഇന്ന് നമുക്ക് ഏറ്റവും അടുത്ത് ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, പോരാ 1 യോഹന്നാൻ 3:1 വായിക്കുന്നത് പോലെ ദൈവമക്കൾ എന്നുള്ള വലിയ പദവിയോടുകൂടി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്കിടയായിട്ട് തീർന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ദൈവത്തിനും നമുക്കും മധ്യത്തിൽ ഇടിവിൽ നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നത് കൊണ്ടാണ്. അവിടുന്ന് ക്രൂശിച്ചൊരുന്ന രക്തത്താൽ നമ്മെ ഇരുപക്ഷക്കാരെയും ഒന്നിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ ആഴ്ചയുടെ 1-ാം ദിനത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്, നാം ഇരുപക്ഷത്തായിരുന്നപ്പോൾ ഇരുപക്ഷക്കാരെയും ഒന്നിപ്പിക്കുവാൻ നിസ്തുല്യനായ നമ്മുടെ കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ആ പുണ്യാഹ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണവും പാപമോചനവും ലഭിച്ചത് കൊണ്ടാണ് ആ രക്തത്താൽ നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമായിട്ട് തീർന്നത്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ സകല മഹത്വവും അർപ്പിച്ച് ഇന്ന് രാവിലെ നമുക്ക് ആരാധിക്കാം. നമ്മെ ആ പുതുമനുഷ്യനാക്കി തീർത്ത നിസ്തുല്യമായ സ്നേഹത്തെ നമുക്ക് നന്ദിയോടെ ധ്യാനിക്കാം. അവിടുത്തെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.